വൻ തിരിച്ചുവരവിനൊരുങ്ങി രാഹുൽ, നെഞ്ചുകലങ്ങി ത്രിമൂർത്തികൾ. ദിവസം കഴിയുന്തോറും സത്യാവസ്ഥ മനസ്സിലാക്കി ആദ്യം സതീശനോടൊപ്പം നിന്ന പല കോൺഗ്രസ് നേതാക്കളും നിലപാട് മാറ്റി രാഹുലിന് അനുകൂലമായ നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ ഉടൻ തിരികെ എടുത്തില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇവരുടെ അടിത്തറ തോണ്ടും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആവശ്യപ്രകാരം i2i ന്യൂസ് ആരംഭിച്ച മിഷൻ 60 9ാം ദിനത്തിലെത്തുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം കേൾക്കുക. സകല സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ഒത്തുചേർന്ന് രാഹുലിൻ്റെ രക്തത്തിനായി മുറവിളി കൂട്ടിയപ്പോൾ i2i ന്യൂസ് മാത്രമാണ് ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളുടെ അഭിപ്രായം തേടി അത് പൊതുസമൂഹത്തെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ജനങ്ങളുടെ ആവേശത്തിനോ നിലപാടിനോ യാതൊരു മാറ്റവുമില്ലെന്ന് മാത്രമല്ല, അവർ വർദ്ധിത വീര്യത്തോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് പോകാം. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. എന്റെ പേര് മോനച്ചൻ എന്തുമ്പോഴെന്ന് വിളിക്കുന്നത്. സക്കടാവേടിയെ ബുക്കിങ്ങിനുള്ള നമ്പർ വിടാൻ പറഞ്ഞിട്ട് നമ്പർ വിട്ടു തരുന്നില്ല സാർ. എല്ലാവന്റെയും ഈ നേതാക്കന്മാരുടെ എല്ലാം നമ്പർ വെക്കടാവേടി എന്ന് വെച്ചൊരു ഹെഡിങ് കൊടുത്തിട്ട് എല്ലാവന്റെ നമ്പർ കൊടുക്കുക. അതുപോലെ ഈ പെണ്ണിന്റെ അപ്പന്റെ അമ്മയോടെ കൊടുക്കാൻ ഒക്കെങ്കിൽ കൊടുക്കുക. ഇവളുമാരെല്ലാം കൂടെ എന്തോ തന്തേലാഴിയായി കാണിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കി കേരളത്തിൽ നിന്ന് ഒട്ടും ഇല്ലാതാക്കുക, നാമാവശേഷമാകാനാണ് ഇവരുടെയൊക്കെ പരിപാടി. ഇവർ കോൺഗ്രസിന് വേണ്ടിയാണോ ചെയ്യുന്നത് അതോ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ ഈ കിടന്ന് പണി ചെയ്യുന്നത്? അതുകൊണ്ട് ഇവന്മാരുടെ എല്ലാം ഈ മുണ്ടാതിരിക്കുന്നവന്മാരുടെ എല്ലാം നമ്പർ കൊടുക്കണം. ഇവന്മാർക്കൊക്കെ വായി പഴം വെച്ചോണ്ടിരിക്കുകയെന്നോ ഇതിനൊരു മറുപടി പറയാനെ കൊണ്ട് ഇവർക്ക് ആർക്കും വയ്യാതെ ഈ ചെറുപ്പക്കാർ പോലും ഇവന്മാരുടെ എല്ലാം നമ്പർ കൊടുക്കും. പബ്ലിക് വിളിച്ച് ഇവന്മാരെ നാല് ചീത്ത വിളിക്കുന്ന ഒന്നിൽ ഇവനൊന്നും അടുത്ത ഇലക്ഷന് നിൽക്കത്തില്ല. ഇവനൊന്നും അടുത്ത ഇലക്ഷന് നിൽക്കത്തില്ല. അതുപോലെ ഇവര് നാട്ടുകാർ ഇവനെയൊക്കെ ഓടിക്കും. കഴിവുള്ളവർ നിൽക്കുക. അന്നേരം എന്തുവായാലും നമ്മൾ ഇത്രയും പ്രവർത്തിക്കുന്ന ഈ ഒരു കാര്യം കൂടെ ഇലക്ഷന് മുമ്പ് ഇവന്മാരുടെ എല്ലാം ഈ നമ്പർ എങ്ങനെങ്കിലും, അതുപോലെ ഇങ്ങനെ ഇറങ്ങുന്നവന്മാരുടെ തന്തരം തലയുടെ നമ്പർ കൊടുക്കുക. അവരുടെ വളർത്തുദോഷം കൊണ്ടായി തന്തരാടി കാണിക്കുന്നത്. നമ്മൾ ഒരു സാധനം വെച്ചേക്കുന്നത് ആൾക്കാർ തേടി വരണം, അതിനുവേണ്ടി ഇത് മൊത്തം വെളിയിൽ കാണണം, അതിനുവേണ്ടി അവർ വെച്ചോണ്ട് നടക്കുന്നത്. ഇതിന്റെ വലിപ്പവും മുഴുപ്പും ഒക്കെ വെളിയിൽ അറിയാൻ വേണ്ടിയാണ് ഇത് മൊത്തം വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്നത്, കണ്ണാടി കൂട്ടി വെക്കുന്നത്. ഈ തന്തയിലെ അണിക്കുന്നവരുടെ വീട്ടിൽ നിന്നുള്ള അവരുടെ നമ്പർ കൂടെ കൊടുക്കണം ഇതിനകത്തിൽ. അതാണ് വേണ്ടുന്നത്. അതായത് ഇവളുമാരെ ഇനി ഇതുപോലെ പുതിയതായിട്ട് ഒരു അവതാരം വരരുത്. ഈ ഇറങ്ങിയവളുമാർ ഇറങ്ങി ഇനി എവളുമാരും ഇതിനു വേണ്ടി ഇറങ്ങരുത്. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊന്നെ കുറ്റിച്ചൂര് മുക്കി അടിച്ചു വിടണം. അതേ രീതിയിലുള്ള നാട്ടുകാർ അതേ രീതിയിലുള്ള ഒരു ഇത് വെക്കണം. കമ്പം കൊണ്ട് അങ്ങ് മുന്നേ നടക്കുക. പറയുന്നു പറഞ്ഞ് നടക്കുക അങ്ങ്. ഇന്നലെ അവളെ ഏതാണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന് പറയുന്നത് കേട്ടു. ചാനലുകാരങ്ങ് പുറകിൽ നടക്കുക. അതുകൊണ്ട് ഇവളുമാരുടെ വീട്ടുകാരുടെ നമ്പർ കൊടുക്കുക, അപ്പന്റെ അമ്മയുടെ നമ്പറൂടെ കൊടുക്കുക. മക്കളെ വളർത്തി വിടുന്നതിന്റെ ഗുണമാണെന്നുള്ള മനസ്സിലാക്കുന്ന നാട്ടുകാർ നല്ലവണ്ണം നാല് വിളിക്കുമ്പം. അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് ഈ ഒരു വെക്കടാ വെടി എന്നുള്ള ഒരു ബുക്കിങ്ങിന് നമ്പർ ബുക്കിംഗ് ചെയ്യുവാന്ന് പറഞ്ഞൊരു ഒരു ഹെഡിങ് കൊടുത്തേച്ച് കോൺഗ്രസിൽ അനങ്ങാതിരിക്കുന്ന നേതാക്കന്മാരുടെ എല്ലാം നമ്പർ കൊടുക്കുക. ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും ഏതവനായാലും സപ്പോർട്ട് ചെയ്യാത്തവന്റെ ഒക്കെ നമ്പർ കൊടുക്കുക. ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തിനിങ്ങനെ ഇറങ്ങുന്നു? നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളെ പ്രതികരണം സാർ നോക്കിയോ, ഇത് 10 ഇരട്ടിയായിട്ട് വരും. ഇവന്മാർ ഒന്നും പിന്നെ മാളത്തിൽ നിന്ന് ഒന്നിൽ ഇറങ്ങി പ്രവർത്തിക്കും, നല്ലതായിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ മാളത്തിൽ നിന്ന് വെളി ഇറങ്ങത്തുമില്ല. അതേ രീതിയിലാകും ജനങ്ങള്. കുറെ പേര് ഇങ്ങനെ നോക്കിയിരിക്കുക ഈ നമ്പറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി. നമ്മളല്ലാതെ നോക്കിയിട്ട് കിട്ടുന്നില്ല ഇവന്മാരുടെ ആരുടെ നമ്പർ. ഈ സതീശനെയും ഈ രമേശനെയും ഈ വേണുഗോപാലിനൊക്കെ ഇത്തവണ കോൺഗ്രസ്സുകാർ എങ്ങനെ കൈകാര്യം ചെയ്യും? കോൺഗ്രസ്സുകാർ നിലത്ത് ഓടിക്കത്തില്ല, ഇലക്ഷന് നിൽക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ അവർ എങ്ങനെ ഇത് ചെയ്യുന്നുള്ള ഇലക്ഷന് നിൽക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ഇവർ നിൽക്കുന്നിടത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പന്മാർ വെളിയിലാകുന്ന രീതിയിലാക്കണം. നോമിനേഷൻ കൊടുക്കാൻ സമ്മതിക്കരുത്, കഴിവുള്ളവരെ കയറ്റി നിർത്തണം. ഇവന്മാരെ ഒന്നും കയറ്റി നിർത്താൻ സമ്മതിക്കരുത്. സാർ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ഇവന്മാരെ കൊണ്ട് നോമിനേഷൻ പോലും കൊടുപ്പിക്കരുത്. ഇതൊക്കെ കഴിവുള്ളവരുടെ അവസരം അവിടെ ഇല്ലാതാവുന്നത്. KPCC പ്രസിഡന്റ് വെറുതെ പിന്നെ അരമന കയറി ഇരിക്കുന്നതിന് പകരം വന്നേച്ച് KPCC പ്രസിഡന്റ് കസേര കയറി ഇരുന്ന് കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുമോ? അവരെവിടെങ്കിലും പള്ളിയിൽ മധുവായിക്കകത്ത് കയറി റോയിട്ടുണ്ടിരിക്കാൻ പറ. ചുമ്മാ ഇങ്ങനെയുള്ള ഒരു ഇതുമില്ലാത്തവനെയൊക്കെ പിടിച്ച് പാർട്ടിയുടെ സ്ഥാനത്തിരുത്തി കഴിച്ചാൽ അതിപ്പോ അവിടെ ഈ അരമനയിൽ ഇരിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാർ തന്നെ അല്ലേ? അവരെ അങ്ങനെയുള്ളവനെ പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തി. അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് നോക്കുമെന്നുള്ള ഇവന്മാരുടെയൊക്കെ നമ്പർ വെളിയിലിട്ടേച്ച് ജനങ്ങളിലോട്ടൊന്ന് കൊടുക്ക്. പൊതുവെ പബ്ലിക്കിൽ ഒന്ന് റിലീസ് ചെയ്യാം. ഞാൻ കൃഷ്ണൻകുട്ടി കാട്ടാക്കട. VD സതീശനും രമേശ് ചെന്നിത്തലയും കൂടെ കാണിക്കുന്ന ചെറ്റത്തരമല്ലേ ഈ? നല്ല കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിനും ഒക്കെ നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊണ്ടുവന്ന പയ്യനാണ് ഈ രാഹുൽ. ആ പയ്യനെ ഇത്രത്തോളം ഇവർ രണ്ടുപേരല്ല ബാക്കിയുള്ള വനിതാ നേതാക്കളും എല്ലാവരും കൂടെ ഇങ്ങനെ മാറ്റിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് നല്ലൊരു ഭാവിയുള്ളതല്ലേ ഈ അടുത്ത ഇലക്ഷനിൽ ജയിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് നല്ലൊരു മന്ത്രിസഭ ഉണ്ടാക്കി ഈ രാഹുലും ഒരു മന്ത്രിയാകേണ്ട പയ്യനല്ലേ?
എന്നിട്ട് ഇങ്ങനെ നശിപ്പിക്കാമോ? ഇത്രത്തോളം ഒരു രേഖയും ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ ഇത്രത്തോളം ഈ പയ്യനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? ഞാനാണ് 70 വയസ്സായ ഒരാളാണ്, കാട്ടാക്കട ജീവിക്കുന്നു. എന്റെ സ്വന്തം സ്ഥലം അയിരൂപ്പാറ, കൊടിക്കുന്നിൽ സുരേഷിന്റെ തോട്ട അയൽവാസിയാണ്. കൊടിക്കുന്നിൽ സുരേഷും ഞാനൊക്കെ ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ കോൺഗ്രസിലാണ്. ഞാൻ മരിക്കുന്നവരെയും കോൺഗ്രസിന് വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഈ യുവന്മാര് ഈ കോൺഗ്രസിൽ പാടില്ല. യുവന്മാരെ ഒതുക്കണം. ഈ രമേശ് ചെന്നിത്തലയും VD സതീശനെയും അതേപോലുള്ള കുറെ എംപോക്കളുണ്ട്. യുവന്മാരെയൊക്കെ ഒതുക്കണം. ഒതുക്കിയേ പറ്റുള്ളൂ. ഒതുക്കിയാലേ കോൺഗ്രസിന് ഭാവിയുള്ളൂ. അതിനുവേണ്ടി യുവതലമുറ, ഷാഫി പറമ്പിനെ പോലെയുള്ളവരും രാഹുലിനെ പോലെയുള്ളവരും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, മാത്യു കോഴൽനാടനും, ഇവരെല്ലാവരും കൂടെ മുന്നിട്ടിറങ്ങി ഒരു കോൺഗ്രസിന് ഒരു നല്ലൊരു ജീവൻ വയ്ക്കാനുള്ള ശക്തി അവർക്കുണ്ട്. പക്ഷെ യുവന്മാര് പണത്തിന് വേണ്ടി അഴിമതി നടത്താൻ വേണ്ടി മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് നടക്കുന്നവന്മാരാണ്. യുവന്മാരെ അടിച്ച് പുറത്താക്കണം, എത്രയും പെട്ടെന്ന് അടിച്ച് പുറത്താക്കണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ശരിക്കും പ്രതിഫലിക്കുമോ? ഈ രാഹുലിനെ ഇവന്മാർ ഒതുക്കിയത് ആ ഒരു ജനങ്ങളുടെ വിദ്വേഷം അത് വോട്ടിൽ പ്രതിഫലിക്കുമോ? ജനങ്ങൾ നല്ലതുപോലെ പ്രതിഫലിക്കും. ഈ യുവന്മാരെ യുവന്മാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ദോഷമായിട്ട് വരും. യുവന്മാർ എവിടെ നിന്ന് മത്സരിച്ചാലും 100% തോറ്റിരിക്കും. VD സതീശനും രമേശ് ചെന്നിത്തലയും അങ്ങനെ കുറെ വനിതാ നേതാക്കളൊക്കെ ഇവന് ദോഷം പറഞ്ഞു വന്നില്ല. ഒരു തെളിവുമില്ലാതെ, ഒരു പരാതിയും ഇല്ലാതെ, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയോ ഇല്ല, ഒരു തെളിവുമില്ലാതെ ഒരു ചാനൽ വാർത്തയുടെ ആഭിമുഖ്യത്തിൽ ഈ ചെയ്തത് ഈ പയ്യനോട് കാണിച്ചത് മഹാ അപരാധമാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഉയർന്നു വരുന്നൊരു പയ്യനെ ഇങ്ങനെ ചവിട്ടി അരയ്ക്കാൻ പാടില്ല. ഇത് ചവിട്ടി അരച്ചത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. എവർക്ക്? ഈ മുതുകിളവന്മാർക്ക്. മുതുകിളവന്മാരെന്ന് പറഞ്ഞാൽ മുതുകിളവന്മാര് കണ്ണും ചത്ത് തക്കാളി കണ്ണുപോലെ വെച്ചോണ്ട് നടക്കുന്ന രമേശ് ചെന്നിത്തലയാണ് ഇതിനു വേണ്ടി മത്സരിക്കുന്നത്. യുവന്മാരൊക്കെ ഇതിനൊന്നും ഈ കോൺഗ്രസിലേക്ക് ചേർത്ത് ദൂരെ എറിയണം, ചെവിക്ക് പിടിച്ചേർത്ത് ദൂരെ എറിയണം. KPCC പ്രസിഡന്റ് പാവോ അത് ഈ VD സതീശന്റെ താളത്തിനൊത്ത് തുള്ളാനും വേണ്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളെ സുധാകരനായിരുന്നു നല്ലായിരുന്നു. പക്ഷെ സുധാകരന് പ്രായമായി, ഒരുപാട് പ്രായമായി. എന്താണ് പറയുന്നത് പോലും വ്യക്തമല്ല. അതുകൊണ്ട് ഈ മാത്യു കോഴൽനാടനെ KPCC പ്രസിഡന്റ് ആക്കി വെച്ചാൽ എന്താ കുഴപ്പം? നല്ലൊരു വാഗ്നാണ്, നല്ല വക്കീലുമാണ്. മാത്യു കോഴൽനാടനെ വെച്ചാൽ എന്താ കുഴപ്പം? അതേപോലെ അടൂർ പ്രകാശൊക്കെ കൊള്ളാം, നല്ല നേതാക്കന്മാരാണ്. അവരൊക്കെ കൊള്ളാം. ഈ മുതുകിളവന്മാരെയൊക്കെ ചവിട്ടി പുറത്താക്കണം. ഒരു 70 വയസ്സായ ഒരുത്തനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ സീറ്റ് കൊടുക്കാൻ പാടില്ല. ഈ കൊടിക്കുന്നിൽ സുരേഷിനൊക്കെ 7-10 പ്രാവശ്യം MP ആയി. എത്ര വയസ്സ് പ്രായമായെന്ന് എനിക്കറിയാം. എന്റെ പ്രായത്തെക്കാലം കൂടുതലുള്ള ആൾക്കാണ്. ഈ 70 വയസ്സായ ഒരുത്തനും ഇനി സീറ്റ് കൊടുക്കാൻ പാടില്ല. ഈ കൊടിക്കുന്നിൽ സുരേഷിന് 70 വയസ്സ് കൂടുതലായി എനിക്കറിയാം. എനിക്ക് 70 വയസ്സായി. ഓഗസ്റ്റ് 15 70 വയസ്സായി. ഈ കൊടിക്കുന്നിൽ സുരേഷിന് എത്ര വയസ്സായെന്ന് എനിക്കറിയാം. എന്റെ അമ്മൂമ്മയുടെ വീട്ടില് വയലിൽ ഞാറ് നടാനും എല്ലാത്തിനും വന്നുകൊണ്ടിരുന്നതാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ അമ്മ ചെല്ലമ്മ. അന്ന് ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു അനിയനും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഞങ്ങളെ വീട്ടില് വന്നുകൊണ്ടിരുന്നവരാണ്. എല്ലാ പണിക്കും വേണ്ടി വന്നുകൊണ്ടിരുന്നവരാണ്. ഈ യവനൊക്കെ എത്ര വയസ്സ് പ്രായം? ഇവനൊക്കെ ഇത്രത്തോളം സമ്പാദിച്ചു കൂട്ടിയില്ല. ഒരു കയറിക്കിടക്കാൻ ഒരു ഇടം പോലും ഇല്ലായിരുന്നു. യവന്മാർ ഇത്രയും ഇന്ന് 8-10 പ്രാവശ്യമായിട്ട് MP-മാരായി, മന്ത്രിയായി, ഒരുപാട് വാരിക്കൂട്ടി. മുതുകിളവന്മാരായി കഴിഞ്ഞാൽ യവന്മാരെല്ലാവരും പരിപാടി ഇതാണ്. യുവതലമുറയെ ആരും രക്ഷപ്പെട്ട് മുകളിലോട്ട് വരാൻ പാടില്ല. ഞണ്ടിന്റെ സ്വഭാവമാണ് യവന്മാര്. ഞണ്ടിന്റെ ഒരുത്തിനെയും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഒരു പാത്രത്തിൽ 8-10 ഞണ്ടിനെ പിടിച്ചിട്ടാ ഒരുത്തനെങ്കിലും കയറി അതിനെ തള്ളി താഴെ ഇടും. അതേ സ്വഭാവമാണ് ഈ കോൺഗ്രസിലുള്ള പെരട്ട് കിളവന്മാരുടെ സ്വഭാവം. ഇതിനൊരു മാറ്റം വരാതെ കോൺഗ്രസ് രക്ഷപ്പെടില്ല. പിന്നെ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ 18-19 സീറ്റ് കിട്ടുന്ന ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ യുവന്മാരെ ഒന്നും ഗുണം കൊണ്ടല്ല. ജനങ്ങള് രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പെരട്ട കിളവന്മാരെ കണ്ടൊന്നുമില്ല യുവന്മാർ വോട്ട് ചെയ്യുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഈ പെരട്ട കിളവന്മാരെയൊക്കെ അടിച്ച് പുറത്താക്കണം. പുറത്താക്കിയിട്ട് നല്ല ധൈര്യവും തൻ്റെ ഇടമുള്ള പിണറായിക്കെതിരായിട്ട് നിൽക്കാനും എതിർക്കാനും തൻ്റെ ഇടമുള്ള പയ്യന്മാരെ സെറ്റ് വരണം. അല്ലാതെ ഈ പെരട്ട് കിളവന്മാരെ കൊണ്ട് ഒന്നും സാധിക്കുകയില്ല. പാലക്കാട്ട് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ഇന്ദിര. രാഹുലിന്റെ കാര്യം സാറ് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നല്ലൊരു മകൻ
ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട്. അത് അവൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാനൊരു വീട്ടമ്മയാണ്, വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരു അമ്മയാണ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. അവനെ ഒന്ന് കാണാനെങ്കിലും പോലും എനിക്ക് കഴിയണില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. അവൻ അങ്ങനെ ചെയ്യുന്ന കുട്ടിയല്ല. സാറ് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്. സംസാരിക്കുമ്പോൾ അവന് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ പറഞ്ഞിട്ട്. ഈ കോൺഗ്രസ്സുകാർ ചെയ്തത് ശരിയാണോ? ശരിയല്ല. ആ വയസ്സായ ആൾക്കാരിനൊക്കെ മാറ്റിയിട്ട് ഇത് ഏത് നേരം നോക്കുമ്പോഴും ചാനലിൽ ഇതാണ്. ഈ സതീഷ് ആണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും നമ്മളൊരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മളെല്ലാവരും കൂട്ടിപ്പിടിക്കണം. ഇത് ഇവരെന്താ ചെയ്ത് അവനെ എടുത്തിട്ടു. ഞാൻ ഇപ്പൊ ഈ പാലക്കാട് വന്നിട്ടുള്ള പരിചയമല്ല അവന്. എനിക്ക് അവൻ 2 വർഷം മുമ്പാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അവന്റെ വീട്ടിൽ നിന്ന് ഒരു 5-5:30 അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് വേണ്ടി അവൻ തല്ലുവാടി ഉണ്ടാക്കിയിട്ടാണ്. അവൻ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ജയിലിൽ കടന്നിരിക്കുന്നത്. അല്ലാതെ അവന്റെ വീട്ടിലോ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ പെങ്ങൾക്കോ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും വേണ്ടിയല്ല. എന്നിട്ട് അവനിങ്ങനെ ഇട്ട് വലിച്ചെറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം, സഹിക്കാൻ പറ്റണില്ല. എനിക്ക് അടൂർ പോയി അവനെ കാണാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണാൻ പോകാണ്ടിരിക്കുന്നു. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പാലക്കാട് എത്തിയ എനിക്ക് ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകാണ്ടിരിക്കുന്നത്. എനിക്ക് അത്രയും സങ്കടം. ആ കുട്ടീനെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഈ പെണ്ണുങ്ങളാണെങ്കിൽ പുറത്ത് വരുന്നുമില്ല. എല്ലാ ചാനലിലും ഇവന്റെ കാര്യം തന്നെ. നേരം വെളുത്താ രാഹുല്. എന്താ അത്? ഒരാളിനെ ആക്രമിക്കുന്നതിന് ഒരു പരിധിയില്ലേ സാറേ? കോൺഗ്രസ് ഈ ഒരു ആരോപണം കൊണ്ട് രാഹുലിനെ ജനങ്ങൾ വെറുക്കുവോ? വെറുക്കില്ല. ഞാൻ ഒരിക്കലും വെറുക്കില്ല. പാലക്കാട് ജില്ലയിൽ ആരും വെറുക്കില്ല. പിന്നെ CPM-ഉം BJP-യും വെറുക്കുമായിരിക്കും. അത് അവര് വെറുത്തോട്ടെ. കോൺഗ്രസ്സുകാർക്ക് തന്നെയല്ലേ ഈ VD സതീശൻ പാർട്ടിക്കും അല്ലേ ഇപ്പൊ ഏറ്റവും വെറുപ്പും കലിപ്പും? ഞാൻ അവൻ ജയിക്കാൻ വേണ്ടി ഞാൻ ശബരിമലയ്ക്ക് നെയ്നാളികേരം നേർന്ന ആളാണ് ഞാൻ. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ഇവരിന് ഈ പറഞ്ഞ ലേഡികളും ഈ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും അതിന്റെ ദൈവം കൂലി കൊടുക്കട്ടെ പറഞ്ഞിട്ടായിരിക്കും ഇനിയുള്ള എന്റെ പ്രാർത്ഥന. എനിക്ക് അവൻ പുറത്തു വരാത്തത് കൊണ്ട് ഒരുപാട് സങ്കടം. എന്താ പറഞ്ഞാൽ അവനിനി ദൈവം അവന് ധൈര്യമുണ്ട് എങ്കിൽ പോലും അവൻ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും തകരാറ് വരുമോ എന്നുള്ളതാണ്. എല്ലാവരും കൂടി ഒരു വളഞ്ഞ് കൂട്ടി ഇടിക്കുമ്പോൾ ഒരു മനുഷ്യനല്ല അവനും. എന്തുമാത്രം ദ്രോഹിക്കുന്നു. ഒരു ചാനൽ തുറക്കാൻ പറ്റില്ല. ചാനൽ തുറന്നാൽ അപ്പോൾ ഇവന്റെ വർത്തമാനമാണ്. ഇത് കുറേയൊക്കെ പറയുമ്പോ എന്തത് 14 ജില്ലയിലും വരിയായി നിൽക്കണം പെണ്ണുങ്ങള് അവൻ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ ഒരു ആക്രമണം ഒരു ആൺകുട്ടീനെ പറയാം. നാളെ നമ്മുടെ മക്കളിന് ഇതേ തന്നെ പറയാം. എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അതിന് തന്നെ പറയുക. കേസ് പോലീസിലും ജയിലിലും ഒക്കെ പോയിട്ടായിരിക്കും കേസ് തെളിയുന്നത്. എന്താ ആക്രമണം നടക്കുന്നത്? സാറ് പറയുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം. ഞാൻ സാറിന്റെ ചാനൽ തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഇതിൽ വിളിക്കാലോ എന്ന് പറഞ്ഞ കുറേ അമ്മമാര് വിളിക്കുന്നത്. ഇന്നലെ മേഴ്സി കോളേജിന്റെ അവിടെ നിന്ന് വിളിച്ചു ആൾക്കാർ. എന്തുകൊണ്ടാണ്? അവന്റെ നല്ല പ്രവൃത്തി കൊണ്ടാണ്. അവൻ വളർന്നു പെട്ടെന്ന്. അതിനെ തകർക്കണം, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും അല്ല ഇവർ ചെയ്യുന്നത്. അവൻ അങ്ങനെ അമ്മയും മങ്ങളും തിരിച്ചറിയാത്തവനേ അല്ല. അവന് നല്ല മര്യാദയും ഉണ്ട്, നല്ല ബഹുമാനവും ഉണ്ട് സ്ത്രീകളിനോട്. ഈ പറയുന്ന ആരോപണമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കെട്ടടയുമ്പോൾ അവന്റെ ഈ പോയ ലൈഫ് എന്താവും? ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവന്റെ നാളെ അവൻ പുറത്തിറങ്ങി നടക്കണ എന്താണ് പാലക്കാട്ടിൽ കാണിക്കുന്ന ആൾക്കാർ? ഈ 2 പാർട്ടിക്കാരും അവനെ എന്തെല്ലാം ബസ്സിൽ കയറുന്നവരടുത്ത് നോട്ടീസ് അടിച്ചു കൊടുക്കണം. എന്താ അക്രമം കാണിക്കുന്നു? ദൈവം എന്തൊക്കെ മുകളിലിരുന്ന് കാണണ്ടല്ലോ എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. ഞാൻ കൊല്ലത്ത് വിളിക്കുകയാണ്. ജോയി എന്നാണ് പേര്. ആദ്യം ചെയ്യേണ്ടത് രാഹുലിനെതിരായിട്ട് ഈ വഴി ഇട്ടുകൊടുത്ത VD സതീശനാണ്. ഈ ഇത്രയും നിയമസഭ വരെയും ഇവർ പാർട്ടികൾക്ക് വരെയും ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാക്കാൻ വഴിയിട്ടു കൊടുത്തത് ഈ VD സതീശനാണ്. ഈ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇവര് 3 പേരും വന്നിട്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരമാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്നത് പഴയതുപോലെ ആന്റണി കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വന്ന് മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. മറ്റവർ 2 പേരും പിടിവലിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ ചെറുക്കനെ കരുവാക്കിയതാണ്. ഈ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പില്, VT ബൽറാം, ശബരിനാഥ് ഇതേപോലുള്ള ഒരു ചെറുപ്പക്കാരുടെ നിരയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്രൂപ്പ് തീരും. ഈ ഗ്രൂപ്പ് ഈ കിളവന്മാരെല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഗ്രൂപ്പ് നിൽക്കത്തില്ല. ഇവര് വരാന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പും തീരും, ഈ പ്രസ്ഥാനവും രക്ഷപ്പെടും.
ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇതോടുകൂടി തീരും. ഈ ആദ്യം ചെയ്യേണ്ടത് ഈ സതീശനെ, നമ്മളൊക്കെ ആള് വളരെ വൃത്തിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത്ര ഒരു പന്നൻ ഈ പാർട്ടിയിലെ കാണത്തില്ല. ഇവൻ ഈ പിണറായിയുടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്നവനാണ്. ഇവൻ എന്തിനാ ഈ കോൺഗ്രസ് ചുമക്കുന്നത്? ഇവൻ ഏതാണ്ട് വലിയ ആളാണെന്നും വലിയ ഇതാണെന്നൊക്കെയാണ് കാര്യം. ഇപ്പൊ കണ്ടോ, നിയമസഭയ്ക്കകത്ത് വരെ ഇപ്പൊ അവനെതിരായിട്ട് വരും എല്ലാവരും. വരുന്ന തവണ അതായത് കോൺഗ്രസ്സുകാര് ശരിക്കും ഇവന്മാർക്ക് വോട്ട് ചെയ്യാൻ രണ്ടിലൊന്ന് ചിന്തിക്കുവോ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ആ ചെറുക്കൻ പിന്നെ ഉന്നത പഠനത്തിനായിട്ട് ഡൽഹി പോയ ചെറുക്കൻ, അവൻ ഇതെല്ലാം കളഞ്ഞ് രാഷ്ട്രീയവും കൊണ്ടുവന്ന് അവനെ നല്ലൊരു ഭാവിയുള്ള ചെറുക്കനെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ അവന്മാര്. ഞാൻ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ എനിക്ക് പോലും അത് സഹിക്കുന്നില്ല. ഇത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരിയാണ്, ഇനി ഞാൻ വോട്ട് ചെയ്യുന്നെങ്കിൽ കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്യൂ. പക്ഷെ അത് ഇവനൊക്കെ ഉണ്ടെങ്കിൽ വോട്ടും ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഈ സുധാകരനെ ഇതിനകത്ത് മാറ്റിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. അയാൾ തന്നെ വരണമായിരുന്നു KPCC പ്രസിഡന്റായിട്ട്, അതായിരുന്നു വേണ്ടത്. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ട് ആള്? ഒരു പഴംപിഴിങ്ങല്ലാതെ എന്തുവാ അയാള് ഇതിനേക്കാളൊക്കെ ഇതായിരിക്കും. ഇപ്പം പിണറായി വിളിച്ച് കണ്ണുരുട്ടി കാണിച്ച മുള്ളുവഴി എടുക്കുന്നവനാ അയാള്. അല്ല, അയാൾക്ക് എന്താ നമ്മൾ ഈ സത്യം പറഞ്ഞാൽ പേരെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സാധനം എന്തിനാ ഒരു KPCC പ്രസിഡന്റ് ആക്കിയത് എനിക്ക് തന്നെ അറിയത്തില്ല. നിരന്തരമൊക്കെ പറയുന്നത് ആരും ഇല്ലല്ലോ ഇതിനകത്ത് ആ ചെറുക്കനെ സപ്പോർട്ട് ചെയ്യാൻ. ആരെങ്കിലും ഉണ്ടോ? ആകെ IT അന്വേഷിച്ച് അല്ലാതെ വേറെ ആരുണ്ട്? സത്യസന്ധതയ്ക്ക് കൂട്ടുവയ്ക്കാൻ ആരും ഇല്ല ഇന്നത്തെ കാലത്ത്. സാറെങ്കിലും അതിനൊരു മനസ്സ് കാണിച്ചതിന് അങ്ങേയറ്റം അഭിനന്ദിക്കുക. KM മാത്യു, ഇത് പാല. ഞാൻ മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാ. ഈ സതീശന്റെ വൃത്തികേട് സാറേതായാലും ശരിക്കും അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നുണ്ട്. അതിന് സാറിനെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. ഇതുപോലെ നാറിയ ഒരു സതീശനെ വെച്ചോണ്ട് ഈ കോൺഗ്രസ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പില് ഭൂരിപക്ഷം കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലെ നാറ്റിക്കൊണ്ടിരിക്കുക. ആ പെണ്ണിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ അവള് ഇവൻ കൊണ്ടുവന്ന പാർട്ടിയാണെന്നുള്ളത്. അതുകൊണ്ട് ഇവനെ എങ്ങനെയെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് മാറ്റിയാലേ ഈ പാർട്ടി ഇനി രക്ഷപ്പെടുകയുള്ളൂ. മാങ്കോട്ടം അവന്റെ പ്രായത്തിൽ എന്തെങ്കിലും ചെയ്തെന്ന് കരുതി അവനെ ഇതുപോലെ താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. സൈതാ കേസ് കെട്ടൊക്കെ പറയുമ്പോൾ വേണുഗോപാലിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പാർട്ടി പറയാറുണ്ട്. പക്ഷെ അത് ഞാൻ അത്ര വിശ്വസിച്ചില്ല, ചുമ്മാ പറഞ്ഞാന്ന് ഞാൻ ഓർത്ത്. ഇപ്പം എനിക്ക് അതിനോട് ഒരു വിശ്വാസം വരുക. എന്നിട്ട് ഞാനാണല്ലോ ഉമ്മൻചാണ്ടിച്ചിട്ട് പണത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം അതുപോലെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് ഇവന്മാര് കളഞ്ഞു കുളിച്ചോ അതോ? 100% ഇപ്പൊ ഈ നാറിയ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഓർത്തിരുന്നപ്പോള് ഇപ്പം വന്നിരിക്കുന്ന അവസ്ഥ വളരെ പരിതാപകരം. ഭരണം ഇങ്ങോട്ട് കയ്യിലോട്ട് വന്നെന്ന് ഓർത്തോണ്ടിരുന്നപ്പോ ഇവന്മാര് ഈ വക്കേ വെച്ച് ഇതിട്ട് പരിപാടി കാണിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും വേണ്ടിയില്ല. 3 വർഷം മുമ്പുണ്ടായ ഒരു പ്രശ്നം അത് ഇവനറിയാതെ ഈ പെണ്ണ് പത്രക്കാരെ ഇറത്തൊട്ടി ഒന്ന് വിളമ്പുന്ന ആർക്കറിയാം? അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അവനിപ്പം ദുബായിൽ ഇവിടെ നടക്കുക. ഇവന് എത്ര വേഷചാപ്പുണ്ടെന്ന് സാറൊന്ന് പഠിക്കണം. ഇവന് പ്രതിപക്ഷ നേതാവായിട്ട് കയറിയിരിക്കുന്നവൻ ഇവന് എത്ര പേരെ വെച്ചോണ്ടായി നടക്കുന്നെന്നുള്ളത് പഠിക്കണം. ഇവൻ വലിയ ആവശ്യം പറയുന്നുണ്ടല്ലോ. ഇവന് ഈ പ്രതിപക്ഷ നേതാവിന് ഇത്ര ഈ 30 പേരുടെ ഇല്ലെങ്കിൽ ഇവനും ഒരു 10-25 പേര് ആയിരം കാണും. ഇവന് ഈ രാജ്യത്തെ സ്നേഹിക്കാൻ നടക്കുന്ന ആളാണ്. എങ്ങനെയെങ്കിലും അവിടെ കയറി ഇരുന്ന് ഈ പിള്ളേരൊക്കെ കൊണ്ട് വോട്ടും നേടി അവിടെ കയറി ഇരിക്കാൻ വേണ്ടി നടക്കുന്നവന്മാരാ ചെന്നിത്തിരി സതീശനും. ഇവന്മാരെ 2 പേര് മാറ്റി നിർത്തിയിട്ട് ഈ പിള്ളേരുടെ കയ്യിലോട്ട് ചാർജ് കൊടുക്കുകയാണെങ്കിൽ അവർ ഈസി ആയിട്ട് കേരളം മുഴുവൻ ഒരു 100 സീറ്റെങ്കിലും പിടിച്ചെടുത്ത് കേരളത്തെ രക്ഷിക്കും. അതുകൊണ്ട് ഇവന്മാരുടെ തെരഞ്ഞെടുപ്പിന് ഇവന്മാരെ വീട്ടിലിരുത്തിയിട്ട് ഈ പിള്ളേരെ ഇറക്കണം. പിള്ളേർ തെറ്റിറങ്ങിയാൽ ഇവിടെ ആ ചെറുപ്പക്കാരും സ്ത്രീകളും എല്ലാവരും ഒരു കോളിലക്കം കേരളത്തിലുണ്ടാവും. കാരണം വേണേ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ വേണേ ഇരുന്നോട്ടെ ഇവന്മാർ കൂതിയാണെങ്കിൽ. ഈ വൃത്തികെട്ടവന്മാരെ ഇനി ജനം മനസ്സിലാക്കി ഇനി കൊണ്ട് പിണറായിയുടെ കയ്യിലോട്ട്
ഭരണം കൊടുക്കാന് സാറ് ഏതായാലും ഇനി മുന്നോട്ട് വന്നതുകൊണ്ട് ഇപ്പം ജനങ്ങൾക്ക് വളരെ ബോധമാവുന്നുണ്ട്. പലരുടെ അഭിപ്രായം കേട്ടപ്പോൾ മനുഷ്യനൊരു ബോധം വന്നിട്ടുണ്ട്. മൊത്തം ഒരു ഇളക്കം കേരളത്തിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ഒരു മാറ്റം കേരളത്തിൽ വരുമെന്ന് എന്റെ പ്രതീക്ഷ. ഞാൻ കണ്ണൂരിൽ നിന്ന് വിളിക്കുന്നതാണ്. പേര് യൂസുഫ്. VD സതീശനാണ് ഫസ്റ്റിൽ ആ പെണ്ണിനെ കീച്ചിരുന്നത്. പിന്നെ അതിന്റെ ശേഷം പിണറായി കീച്ചി, അതിന്റെ ശേഷം മറ്റൊരും കീച്ചി. ഇങ്ങനെയാണ് ഈ 3 പെണ്ണാടെ വന്നത്. VD സതീശനെ ആദ്യം പുറത്താക്കണം. ഓനാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ. ഓൻ കേക്കെല്ലാം മുറിച്ചു കണ്ടില്ലേ? ഓന അതിനെ തേച്ചിട്ടില്ല എന്ന് ആർക്ക് പറയാൻ പറ്റൂ? ആ പെണ്ണിനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അച്ഛനോലും സ്വന്തം മോളോലും കേക്ക് മുറിക്കുന്നു. ഇതൊന്നും ശരിയല്ല ഇവര് ചെയ്തു വെച്ചതൊന്നും. ഇനി വരുന്ന തവണ ഇവന്മാർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യൊന്നുമില്ല. ഇത് പൊളന്നു പോവും. ഒരു കേരി വന്നത് ഓരോനെ തകർത്തി. പിന്നെന്താ പറയാ, കോൺഗ്രസിന് അത്രയും നല്ല സാധ്യതയല്ലായിരുന്നോ ഇപ്പം ഉണ്ടായിരുന്നത് നിലവിലെ സാഹചര്യത്തില്? ഇപ്പോ അത് പൊന്തിയിട്ട് വന്നതല്ലേ. ചാപ്പിപ്പറമ്പിലും രാവുംകൂട്ടം മറ്റേ ഉമ്മൻചാണ്ടിന്റെ മോനും ഇവര് കുറച്ച് ബാല്യക്കാര് കഴിഞ്ഞപ്പോ കോൺഗ്രസ് പൊന്തിയിട്ട് വന്നതല്ലേ. അതിനെ ഇവര് തമർത്തിയില്ലേ. ആദ്യം പുറത്താക്കണം. ഇവരെ രണ്ടാളും ചവിട്ടിയിട്ട് പുറത്താക്കണം. വെക്കാൻ പാടില്ല അതില്. ഉമ്മൻചാണ്ടിനെ ചെയ്തതിലും മീതായിന് ഇപ്പൊ രാഹുലിനെ ചെയ്യാന് നല്ലൊരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് കൊന്നില്ലേ. ആ സുധാകരനെല്ലാണെങ്കിൽ ഇതൊന്നും സംഭവിക്കൊന്നുമില്ല. മനുഷ്യനായ തെറ്റുപറ്റാത്ത ആളൊന്നും ഉണ്ടാവില്ല. സുധാകരനെ പോലത്തെ ആള് കണ്ണൂരിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പിണറായിനോട് സുധാകരനല്ലാണ്ട് വേറെ ആരാ? കല്ലേറും എല്ലാം കൊണ്ടിട്ടില്ലേ സുധാകരനക്ക് 10-12 വട്ടം. ഇതൊന്നും ഇവര് ചെയ്തത് വളരെ തെറ്റാണ്. ഇത് ഇവർക്ക് ഇടിച്ചേ പറ്റൂ. പറ്റായൊന്നുമില്ല. എത്ര ജനങ്ങളാണ് എതിർക്കുന്നത് അതിന് വേണ്ടിയിട്ട്. കോടിക്കണക്കിന് ജനങ്ങള് എതിർക്കുന്നില്ല ഇവര് ചെയ്ത തെറ്റോ ശരിയോ എന്ന് നോക്കണ്ടവര്. സതീശനാടെ ഇരിക്കാനേ പാടില്ല. സതീശനെ പൊന്തിച്ചത് ഈ പുള്ളര് കണ്ടെന്നാണ്. ഒരു 5-8 പുള്ളര്. അല്ലെങ്കിൽ ഇവര് ഇപ്പൊ ഈ പിന്നെ സതീശനാടെ ഇരിക്കുവോ? സതീശന്റെ പൗരം കൊണ്ടാണ് ഇപ്പൊ ഈ 3 തലത്തിൽ ജയിച്ചത്. സതീശന്റെ പൗരം കൊണ്ടാ. ആള് വരുമ്പോട്ട് ബാല്യക്കാര് കീഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടാണ് ജയിച്ചത്. ഞാൻ കാക്കനാട് സലാം. ഇത് ഒരിക്കലും ഷാഫി പറമ്പിലിനെയും ഈ രാഹുലിനെയും ഇവൻ ഒരിക്കലും ഇവര് ഉയർത്തൂല. കാരണം ഇവന്റെയൊക്കെ ആപ്പീസ് പൂട്ടും. മനസ്സിലായില്ലേ? ഞാനിപ്പോ എന്റെ വീട്ടില് 5 വോട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം എടുത്തേക്കാണ്. ഉമ്മാ തോമസിന്റെ മണ്ഡലവും ഒരു വോട്ടും ഞാൻ കൊടുക്കൂല. എന്റെ സ്വന്തക്കാരെല്ലാം കോൺഗ്രസ്സുകാരാണ്. എന്റെ വീട്ടിൽ തന്നെ 5 വോട്ടുണ്ട്. ഒറ്റ കൊടുക്കൂല. കോൺഗ്രസ്സുകാർക്ക് കൊടുക്കൂല. ഞാൻ KSCയിലും അതിലൊക്കെ നടന്ന് എല്ലാം പഠിച്ചിട്ട് അവസാനം ഞാൻ ബസ് കണ്ടക്ടറായി. എനിക്ക് എല്ലാ ചരിത്രവും അറിയാം. എനിക്ക് മനസ്സിലായില്ലേ? ഇവന്മാരെയൊക്കെ KSCയില് എറണാകുളം DC ഓഫീസില് ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇത് രാജേഷാണ്. ഞാൻ UCL നിന്ന് വിളിക്കുന്നു. സുനിൽ, ഞാൻ താങ്കളുടെ I2I ന്യൂസിലുള്ള റിപ്പോർട്ടിങ്ങും ഒക്കെ കാണാറുണ്ട്. പലതിനോടും വളരെ യോജിപ്പുണ്ട്. താങ്കൾ എടുക്കുന്ന ആ ഒരു സധൈര്യം എടുക്കുന്ന അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ പബ്ലിക് മീഡിയയിൽ കൊണ്ടുവരാൻ കാണിക്കുന്ന ആ താല്പര്യത്തിന്, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെയുള്ള പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ വെള്ളപൂശാനോ അല്ലെങ്കിൽ മാന്യനാണെന്നോ തെറ്റുകാരനാണെന്നോ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, പലരിലും ഇതുപോലത്തെ പല പ്രശ്നങ്ങൾ നിലവിലുള്ളപ്പോൾ ഒരാൾക്കെതിരെ മാത്രം ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം നാട്ടിൽ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള പുകമറ എന്താണെന്ന് പല ആൾക്കാരും അറിയുന്നില്ല. വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് DYFI പ്രവർത്തകരെ വാഹനം തടയുന്നു, ഒത്തിരി അസഭ്യമായ വാക്കുകളൊക്കെ സംസാരിക്കുന്നു. എന്നാൽ പാർട്ടി അതിനെ നിഷേധിക്കുന്നു. എന്താണ് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റിനെ എതിരെ തെളിയിക്കുവാൻ, ഒരു സിംഗിൾ കേസ് പോലും തെളിയിക്കുവാൻ, ഒരു പ്രതിയെ പോലും മുന്നിൽ കാണിക്കുവാൻ ഇങ്ങനെ ഒരു ഫേക്ക് നെയിം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ഫോഗിൻ്റെ അകത്ത് കാണിക്കുന്നത് പോലെ കൃത്യതയില്ലാത്ത ആരോപണങ്ങളും മാറ്റി മാറ്റി പറയുന്ന ആരോപണങ്ങളും, ഒരു പോലീസ് കേസ് പോയിട്ട് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനില്ലാത്തൊരു കേസിൽ ഇത്രയും കേരളത്തിൽ കത്തിക്കേണ്ട വിഷയം എന്താണ്? ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്? നല്ല ജനപിന്തുണ ലോകമെമ്പാടും
ഉള്ള മലയാളികൾക്കിടയിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ചയിൽ വിളറി പൂണ്ട് അനേകര് ഇപ്പോൾ ഓടി നടക്കുക. പലരും മാളത്തിൽ ഒളിച്ചിരിക്കുക. കാരണം ഈ പ്രസ്തുത വ്യക്തിക്കെതിരെ എന്തെങ്കിലും അനുകൂലം പറഞ്ഞാൽ ആ പറയുന്ന ആളിനെതിരെ വേറെ പ്രതികൂലം പറയാനുണ്ടെന്നുള്ളത് കൊണ്ടാണോ ഇവർ ഒളിച്ചിരിക്കുന്നത്? സരിതയുടെ പ്രശ്നം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഇടതുപക്ഷ നേതാക്കന്മാരുടെയും BJPയുടെ അധികം കേട്ടിട്ടില്ല പേരുകളുണ്ട്. ഇതിനൊക്കെ കൃത്യമായ തെളിവുകളുള്ളത്. എന്ത് സംഭവിച്ചു? കേരള നിയമസഭയിൽ ഇപ്പൊ ഇരിക്കുന്ന പല MLA-മാരിലും ഈ കൃത്യമായിട്ട് കേസ് എടുത്തിട്ടുള്ളതാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്ത് അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ബോഡിയിലുള്ള അരുൺകുമാർ ഇതുപോലത്തെ വിഷയം അല്ലെങ്കിൽ പോലും ഒരു യുവജനോത്സവ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഒരു രേഖയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത, തെളിവുകൾ നിലവിൽ കാണിക്കാനില്ലാത്ത വെറും ആരോപണം മാത്രമായിട്ടുള്ള ഒരു കുറ്റക്കാരനാവണമെങ്കിൽ ആ കേസ് തെളിയിക്കാൻ പറ്റാതെ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുഴുവൻ ഒരാൾക്കെതിരെ ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിച്ചും വെച്ചും പാത്തും പറയാനുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഒരു കോൺഗ്രസ് നേതാവിലേക്കാണ്. അദ്ദേഹത്തിന് കൂടെ കുറച്ച് പേര് കാണുമായിരിക്കും. ഇങ്ങനെ ആരെയും നമ്മളെ കുറ്റക്കാരനായിട്ട് കുതിര കുത്തുന്നതിന് മുൻപ് എന്തേ സത്യമുണ്ടോ എന്ന് അറിയണം. താങ്കളെ സത്യം അന്വേഷിക്കുവാൻ, കണ്ടുപിടിക്കുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആ ഒരു സ്റ്റെപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രവർത്തനത്തെ വീടിന്റെ പുറത്ത് ഇറങ്ങാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രൈം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെടുത്തോളം കാലം ആരെയും നമുക്ക് വിധി എഴുതാൻ പറ്റില്ല. സേവ് കേരള മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു മൂവ്മെന്റ് അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് പല വിഷയങ്ങളിൽ ഇതിനെ ഒരു താങ്ങായിട്ട്, തണലായിട്ട്, ഒരു കുടയായിട്ട് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഇത് പിണറായി സർക്കാരിന്റെ മൂന്നാമത്തെ ഒരു ടേൺ കിട്ടാൻ ഇതൊരു കാരണമായി മാറും. കാരണം കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലി അത് തീർന്നുള്ളൂ. അതാണ് പ്രശ്നം. കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഈ പാർട്ടി തയ്യാറാവുന്നില്ല. സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഇന്നത്തെ പല ചെറുപ്പക്കാരെയും കടന്നു വന്നേക്കുന്നത്. പോലീസിന്റെ അടി മേടിച്ചിട്ടാണ്, സമരം ചെയ്തിട്ടാണ്. ഈ പറയുന്ന ഉന്നത നേതാക്കന്മാരാരും തന്നെ സമരം ചെയ്തിട്ടില്ലല്ലോ, പോലീസ് അല്ലു മേടിച്ചിട്ടില്ലല്ലോ. പാർട്ടിക്ക് വേണ്ടി ഒരു തെറ്റും ചെയ്യാതിരുന്ന ഉമ്മൻചാണ്ടിയെ നിശ്ചിതമായിട്ട് ക്രൂശിച്ചപ്പോൾ ഈ പറഞ്ഞ മുതിർന്ന നേതാക്കന്മാരും ഇല്ലായിരുന്നല്ലോ ഡിഫെൻഡ് ചെയ്യാൻ. അന്നേരവും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും ഹാഫി പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. തീർച്ചയായിട്ടും താങ്കളുടെ മൂവ്മെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തെറ്റുകാരനല്ല എങ്കിൽ ഒരാളിനും ചാപ്പ കുത്താൻ പറ്റത്തില്ല. താങ്കൾ സധൈര്യം അതിനെതിരെ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് എല്ലാവിധമായ സപ്പോർട്ടും ചെയ്യുന്നു. ഞാൻ ബാലകൃഷ്ണൻ കൊല്ലത്തുന്ന. ഈ കോൺഗ്രസിന്റെ ഈ നയവേ ഇത് പാവങ്ങളായ ഞങ്ങൾ കുറെ അലർന്ന ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരസേനാനിയുടെ മക്കളും അതിന്റെ ചെറുമക്കളുമായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ അച്ഛൻ ഭാര്യയെല്ലാം ഒടിഞ്ഞ് വർഷങ്ങളോളം കിടന്നിട്ട് മരിച്ച ഒരു മനുഷ്യന്റെ മോനാണ് ഞാൻ വിളിക്കുന്നത്. ഇവന്മാര് തെമ്മാടിത്തരം കാണിക്കുന്ന ഇവനെല്ലാം അടിച്ച ഐക്യത്ത് കളഞ്ഞിട്ട് വേറെ ചെറുപ്പക്കാർ പിള്ളേരെ കൊടുക്കണം. ഇവനൊക്കെ തോന്നിയാസം കാണിക്കാനല്ല കോൺഗ്രസിനെ ഉണ്ടാക്കിയിട്ടിരുന്നത്. VD സതീശനെ മറ്റവനൊന്നും അല്ല. അവന്മാരടുത്ത് പറഞ്ഞാല് ഇറങ്ങത്തില്ല. അവന് കുത്തി തട്ട് കൊടുത്ത് അണ്ടർവെയർ കിട്ടുമെന്ന് ഇറങ്ങത്ത് പറഞ്ഞാരാ അവൻ്റെ അടുത്തത്. ഒരു പാവപ്പെട്ട ഒരു ഇറക്കനെ അവന്റെ അധ്വാനത്തിന്റെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാ. ഈ മുകേഷിന്റെ അയൽത്തുകാരനാ. അവന്റെ രീതി എന്തോന്നാ ഞങ്ങൾക്കറിയാം. അവൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴല്ല, അവന് മുമ്പേ ഉള്ളത്. കുഞ്ഞുനാളിലെ വളർന്നു വന്ന ഹോമാണ് അവന്റെ മോനെ ഞങ്ങൾക്കറിയാം. അയാൾ കാണിച്ചതിന്റെ നാലിലൊന്ന് ഭാഗം ഇവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാരുടെ അടുത്ത് പറഞ്ഞാലേ ശരിയായിട്ടല്ല, നയമല്ലെന്ന്. പഴയ തലമുറയൊക്കെ പോയി കോൺഗ്രസിന്റെ. ഇനി ഇവന്റെ തോന്നിയാസമാണ് ഇവന്റെ നട്ടല്ലാക്കി വിളിക്കും. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിളിക്കുന്നതാണ് സീനത്ത്. സാറിനെ പോലെയുള്ള നല്ല മനുഷ്യര് ഉള്ളത് കൊണ്ടിട്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ ഉള്ളിലെ വിഷമം പ്രതികരിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. പറഞ്ഞ് സാറിനോടാണെങ്കിലും ഞങ്ങൾ ആ സങ്കടം ഒന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ വിങ്ങലൊന്ന് കുറയണേണ്. ഈ I2I ചാനലാണ് എനിക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ചാനലും അങ്ങനെ കാണാത്ത ആളാ. പക്ഷെ ഇപ്പൊ സാറിന്റെ ഒക്കെ ചാനലിൽ നല്ലപോലെ ഉയർന്നു വരണം. സാറിനെ പോലെ നല്ലൊരു മനുഷ്യൻ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ
ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഡെയിലി ഉറക്കവും ഇല്ലാണ്ട് ഒക്കെ സാറ് വിളിക്കണേന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു സാറിന് ആയുസ് ആരോഗ്യം തരാൻ, ആ ചാനൽ നല്ലപോലെ ഇത് വരാനായിട്ടും. ഈ പരാതി ഇല്ലാത്ത കാര്യം ഈ ഇങ്ങനെ ക്രൈംബ്രാഞ്ചിനെയൊക്കെ ഇറക്കി എന്തോരം കാശാണ് സാറേ ഈ പോണത്. ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ നികുതി പണം പിരിച്ചെടുത്തും അതും കട്ടും മുടിച്ചൊക്കെ അല്ലേ സാറേ ഈ ഇല്ലാത്ത പരാതിക്ക് വേണ്ടിയിട്ട് അവര് പരാതിക്കാരനെ ഉണ്ടാക്കാനായിട്ട് നടക്കണത്. ആ രാഹുൽ മാങ്കൂട്ടം എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവളുമാരും കൂടി ചേർന്ന് തുണി അഴിച്ചിട്ട് ബ്ലൗസും ഇടൂല ഒന്നും ഇടാണ്ട് ചെന്ന് മുനിമാരുടെ വരെ തപസ് മുടക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ പെണ്ണുങ്ങള്. അപ്പൊ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ ചെന്ന് എന്നിട്ട് പരാതിയും ഇല്ല. പിന്നെ എന്തിന്റെ പേരിലാണ് സാറേ ഈ ഞങ്ങള് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ അല്ലേ, ഒരു ബസ്സിന്റെ ഒരു ടാക്സ് ഒരു പ്രാവശ്യം അടച്ചിട്ടില്ല, അടക്കാൻ ഒരു ദിവസം വൈകിപ്പോയി എന്നോർത്തോ, ആ ബസ് അവിടെ കയറി കിടക്കണമെങ്കിൽ അതിന് പിടിച്ചുകൊണ്ടുപോയിട്ട് 5000 രൂപ ഫൈൻ അടക്കും. എനിക്ക് 5-8 ബസ് ഉണ്ടായ ഒരു ബസ് ഓണറായി, എല്ലാം പോയി, എന്റെ സ്ഥലങ്ങളും പോയി. ഈ ഇരുന്ന് ഭരിക്കണ അവര് കട്ടുമുടിച്ച് അവരൊക്കെ അമേരിക്കയിലോട്ടും പോകും, നമ്മളെ ഒക്കെ എല്ലാവരും വിറ്റ് ഇവന്മാര് കാശും അതും മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് ഇവന്മാര് അമേരിക്കയിലേക്ക് പോകണം. അല്ലാണ്ട് എന്ത് ന്യായമാണ് ഇത്? പരാതിക്കാരില്ലാത്തവരെ ഈ അമ്മി കൊത്താനുണ്ടോ, അത് പ്ലാസ്റ്റിക് പാത്രം ഉണ്ടോ, കുപ്പിയും പാത്രം പാട്ട എടുക്കാനുണ്ടോ, അതൊക്കെ അവർക്ക് അത് കാശ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇവർക്കും കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവര് ഈ പരാതിക്കാരെ അന്വേഷിച്ചിങ്ങനെ. ഇത് എവിടത്തെ ന്യായമാണ് സാർ? ഇതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് ഇതിന്റെ മുകളിലുള്ള ആരും ഇല്ലേ? രമേശ് ചെന്നിത്തലയും സതീശനും ഒന്നും അവർക്ക് ഈ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ മാറ്റിയെങ്കിലാണ് അവർക്ക് ആളായിട്ട് അവിടെ ഇങ്ങനെ മൂത്ത് നരച്ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങളുടെ കാശല്ലേ, ഈ ടാക്സ് കൊടുക്കണ കാശ് എടുത്തിട്ടല്ലേ ഇവരിപ്പോ അനാവശ്യമായിട്ട് എന്തോരം ഈ ക്രൈംബ്രാഞ്ചൊക്കെ ഇത് പരാതിക്കാരെ ഉണ്ടാക്കാൻ പോകുമ്പോ അതിനൊക്കെ ചെലവുകളല്ലേ സാറേ വരണത്? ഇതൊക്കെ ആരോട് ചോദിക്കാനാ? സാറിന് ഞങ്ങളുടെ വിഷമം കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയണതാണ്. സാറിന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ജയിച്ച് തന്നെ വരും. ഇതിനെ കൂട്ടുനിന്നവന്മാരെയൊക്കെ എങ്ങനെ നിങ്ങൾ ഇനിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യും? അയ്യോ, അവർക്കൊന്നും വോട്ടേ ചെയ്യൂല. അവരാണ് നിക്കണെങ്കിൽ വോട്ട് ഈ ജനങ്ങൾ ഇനി വോട്ട് ചെയ്യലുണ്ടാവൂല, നോക്കിക്കോ. എല്ലാവർക്കും മതിയായി ഇങ്ങനെ ദുഷിച്ച ആൾക്കാരെ കയറ്റി വിട്ടിട്ട് എന്തായാലും അവർക്കൊന്നും വോട്ട് ചെയ്യൂല, ആരും ചെയ്യൂല. ഞങ്ങളുടെ ഇവിടെ ഇതിപ്പോ ഒന്നും അക്ഷരാഭ്യാസം ഇല്ലാത്തവരും ഒക്കെ അവരൊക്കെ മനസ്സിലാക്കി വരണേന്. രമേശിനും കൊടുക്കൂല, സതീഷിനും കൊടുക്കൂല. ഹലോ സാറേ, ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നേ. എന്റെ പേര് ഷക്കീർ ഹുസൈൻ. ഞാൻ എപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകൻ തന്നെയാണ്. സതീശനെ പറ്റിയിട്ട് സതീശ് ഇത്ര ദേഷ്യപ്പെടാനുള്ള കാരണം, ഒരിക്കൽ വീട് ഉദ്ഘാടനത്തിന് തറ കെട്ടാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലെ വിളിച്ചില്ലേ, ആ ദേഷ്യം തീർക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ ഇതാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത് ഞാൻ. ഒരു ആശുപത്രിനെ വിളിച്ചു. രാഹുൽ മാങ്കൂട്ട വീട് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ആശുപത്രിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ദേഷ്യം തീർക്കുകയാണ് VD സതീശൻ, മനസ്സിലായോ? അപ്പൊ അത് കാരണം ഇനി VD സതീശനൊന്നും പറവൂരൊന്നും ജയിക്കാൻ പോണില്ല. ഞങ്ങളൊക്കെ ഒരു ഒറിജിനൽ കോൺഗ്രസ്സുകാരാണ്, മനസ്സിലായില്ലേ? ഈ വെറുപ്പ് കംപ്ലീറ്റ് വാങ്ങിക്കേട്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും മറ്റേ KC വേണുഗോപാലുമാണ്, മനസ്സിലായില്ലേ സാറേ? ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടം വന്നാലും ഞങ്ങൾ സംരക്ഷിക്കും. ഇവന്മാരുടെ ഒന്നും ഒരു ആവശ്യം വേണ്ട, മനസ്സിലായില്ലേ? അപ്പൊ അത് കാരണം സാറ് എന്ത് ഇത് വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തു കൊടുത്താൽ അത്രയും നല്ലതേ വരുള്ളൂ. അത് മറ്റേ VD സതീശനെ ഒന്നും ഒരു ഇതും കണക്കാക്കേണ്ടവ. ഞങ്ങളൊക്കെ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ തുടങ്ങി, മനസ്സിലായില്ലേ? നിങ്ങളുടെ MLA അവിടേക്ക് യുവമാർ ഇറക്കാൻ സമ്മതിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ ജയിപ്പിച്ച MLA തീർച്ചയായിട്ടും ഇറക്കും. ഒരു തൊടില്ല, മനസ്സിലായില്ലേ? ഒരുത്തനും തൊടില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ MLA ഞങ്ങൾ ഇറക്കും, യാതൊരു കുഴപ്പമില്ല. രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ MLA തീർച്ചയായിട്ടും ഞങ്ങൾ ഇറക്കിയിരിക്കും. എവന്റെ ഒരു ഇതും വേണ്ട. മുകേഷ് എന്താണ് ചെയ്തത്? മറ്റേ കടകംപള്ളി സുരേന്ദ്രൻ എന്താ ചെയ്തത്? ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഈ ഇതാക്കുന്നത്? അത് കാരണം ഞങ്ങൾ ഒന്നും ഒരിട്ട പേടിയില്ല, ഒന്നുമില്ല. രണ്ടും കൽപ്പിച്ചിട്ട് ഞങ്ങളുടെ MLA ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാക്കും, മനസ്സിലായില്ലേ? അത് വിഷമം കൊണ്ട് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഇതൊക്കെ ആയിട്ട് കോൺഗ്രസ് ഇപ്പൊ വരാൻ കാരണം തന്നെ ഈ ചെറുപ്പക്കാരന്റെ ഇതാണ്. ഈ തന്തയും ഇതില്ലാത്തതും മറ്റേ ഇവന്മാരൊക്കെ ഇതാക്കുന്ന കാരണം കോൺഗ്രസ് അതപ്പതിച്ചു പോയതായിരുന്നു. ഇപ്പൊ കേറി വരാൻ തുടങ്ങിയപ്പോ ഇവന്മാരൊക്കെ തലപൊക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? അത് കാരണം സാറ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. ഞങ്ങളുടെ MLA ആണ്. ഇവന്മാർ രാജിവെപ്പിക്കാൻ ഇവന്മാരാരാണ്? ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ്.